Welcome back to another video. This is ചോറിനും ഡിന്നറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ തേങ്ങ വറുത്തരച്ച ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് നോർമലി എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ ചെമ്മീൻ്റെ കൂടെ മത്തങ്ങ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വീട്ടിലുണ്ടായതുകൊണ്ട് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചെമ്മീൻ മാത്രമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് മീൻ വെച്ചോ സെയിം കറി ഉണ്ടാക്കാം. ചോറിൻ്റെയും പത്തിരിൻ്റെയും കൂടെ സൂപ്പർ കോമ്പിനേഷനായി നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 150 gram പ്രോൺസ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 350 gram മത്തങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് തോലോടുകൂടെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് വീട്ടിലുണ്ടായതും അധികം മൂത്തതല്ലാത്തതുകൊണ്ടാണ് സ്കിന്നോടുകൂടെ എടുത്തിട്ടുള്ളത്. ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്നതാണെങ്കിൽ തോല് കളഞ്ഞിട്ട് കട്ട് ചെയ്താലും മതി. ഈ കറി ചെമ്മീൻ മാത്രം ഇട്ടിട്ടും ഉണ്ടാക്കാം, അല്ലെങ്കിൽ സെയിം വേ മത്തങ്ങ മാത്രമായിട്ടും ചെയ്യാം. ഇനി ഒരു ചട്ടിയിലേക്ക് കട്ട് ചെയ്ത മത്തങ്ങയും ചെമ്മീനും 3 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്, അര ഉള്ളി തിൻ സ്ലൈസ് ചെയ്തത്, ഒരു തക്കാളി കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മുങ്ങുന്നത്ര വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 8 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പ്രോൺസും മത്തനും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇത് കുക്കാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടി വന്നാൽ 3/4 കപ്പ് തേങ്ങ ഇട്ട് ഓയിലിൽ മിക്സ് ആക്കിയ ശേഷം 4 ചെറിയുള്ളി ഇട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങ റോസ്റ്റായി ഈ ഒരു കളർ ആയാൽ ഇതുപോലെ സൈഡിലേക്ക് മാറ്റിയാൽ ഓയിൽ സെൻറ്ററിലേക്ക് വരുന്ന കാണാൻ പറ്റും. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഓയിലിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തേങ്ങയിലേക്ക് കമ്പൈൻ ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തേങ്ങ സൈഡിലേക്ക് മൂവ് ചെയ്താൽ വരുന്ന ഓയിലിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പൊടികൾ ലോ ഫ്ലെയിമിൽ ഓയിലിൽ കുക്കായി റോ ടേസ്റ്റ് മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റായി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം അരച്ചെടുത്താൽ മതി. അരച്ചെടുത്താൽ കണ്ടില്ലേ, ഇതുപോലെ നല്ല മയത്തിൽ തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോഴത്തേക്ക് കറി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പൊഴിച്ച് കുറച്ച് വെള്ളം മിക്സറിലേക്ക് ഒഴിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോഴത്തേക്ക് ഫൈനൽ സ്റ്റെപ്പ് കാച്ചിയെടുക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ പൊട്ടി വന്നാൽ 4 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കരിവേപ്പില ഇട്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആവുന്നവരെ സോട്ട് ചെയ്ത് തിളച്ച് വന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ചെമ്മീൻ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ മാത്രം ഇട്ടിട്ടും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ബിജു ഫഹീമ ഹിയർ. ടേക്ക് കെയർ. ബൈ ബൈ.